ഡബ്ലിൻ പോലെ തന്നെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ ഡബ്ലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടിട്ടില്ല. അപ്പം നമുക്കൊന്ന് ഒരുമിച്ച് പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? നല്ല മഴയാണ് അയർലൻഡിൽ ഇപ്പോ. എന്താണെന്ന് അറിയില്ല, ഈ മഴയത്താണ് ഞങ്ങൾക്ക് ബീച്ചിൽ പോകാൻ വേണ്ടി തോന്നിയത്. അപ്പൊ ബീച്ചിലേക്ക് പോവാണ്ട് ഫുള്ള് നനഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ബസ് കയറിയത്. അപ്പൊ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇടുന്നല്ലോ, അതിന് വേണ്ടിയിട്ടിട്ടതാ. ഇത്ര തണുപ്പില്ല, ഹ്യൂമിഡിറ്റി ഇവിടെ അത്യാവശ്യം 96 വരെ ഉണ്ട്. തണുപ്പില്ല, പക്ഷെ നല്ല മഴയാണ്. നമുക്ക് ബീച്ചിൽ പോയി നോക്കാം. ഡെൻലേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. S8 എന്ന് പറഞ്ഞ ബസ് പിടിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. നമ്മുടെ ഒരുപാട് നാളത്തെ ഡിസ്കഷൻ ശേഷമാണ് ഈ S8 പിടിച്ച് പോവാന്ന് പറയുന്നത്. ഞങ്ങൾ സ്ഥലം അറിയില്ല, S8 ബസ്സിൽ പോയാൽ ഒരു സ്ഥലത്ത് എത്തൂന്നറിയാം. ആ സ്ഥലത്തേക്കാണ് പോണത്. അപ്പൊ നമുക്ക് ഒന്ന് സ്ഥലത്തേക്ക് പോവാം. എവിടെ പോവാ? അയർലൻഡിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. എല്ലാ ദിവസവും മഴയാണ്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര കോമഡിയാണ് നമുക്ക്. ഒരു മിനിറ്റിൽ മഴയാണെങ്കിൽ നെക്സ്റ്റ് മിനിറ്റിൽ ഇവിടെ വെയിലായിരിക്കും. അതുപോലെ തന്നെ ഒടുക്കത്തെ കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. അതുകൊണ്ട് ഇവിടെ കുട ചൂടാൻ പറ്റത്തില്ല മഴയത്ത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയർലൻഡ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. ഇവിടെ വയസ്സായ കുറച്ച് ഐറിഷുകാരിങ്ങനെ പറയണ കേട്ടു, ഈ വർഷം ആദ്യമായിട്ടാണ് അവർ ഇത്രയും ലോങ് ആയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് വെയിൽ കാണുന്നത്. അതായത് മഴ പെയ്യാത്ത നീണ്ടു നിൽക്കുന്ന വെയിൽ കിട്ടിയ ഒരു വർഷം എന്ന് പറയുന്നത് ഈ വർഷമായിരുന്നു. അതുപോലെ തന്നെ വിൻ്റർ ടൈമിൽ ഇത്രയും തണുപ്പ് കുറവായൊരു വർഷവും ഇതായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ സമ്മർ ആണെങ്കിലും ഇവിടെ ഭയങ്കര മഴയായിരിക്കും. ഈ വെയിലത്തും നല്ല മഴ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു രാജ്യം കൂടെയാണ് ഇത്. പക്ഷേ ഈ വർഷം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവരപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എന്ന് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെയാണ് എന്ന്. പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കാഴ്ച, അത് പ്രത്യേകിച്ച് ബസ്സിൽ പോകുമ്പോൾ ഒരുപാട് പാർക്കുകളായിരിക്കും കേട്ടോ. നമ്മുടെ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടുണ്ടാകും. ഒരു വലിയ ഗ്രൗണ്ട് ആയിരിക്കും. ആ ഗ്രൗണ്ട് നിറച്ച് നമുക്ക് ചെയേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ബെഞ്ച് ഉണ്ടാകും. അതിലൊക്കെ നമുക്ക് ഇരിക്കാം. ഏറ്റവും കൂടുതൽ ഈ പെറ്റുള്ളവരൊക്കെ അവരുടെ പെറ്റ്സിനെ കൊണ്ട് നടക്കാൻ പോകുന്നത് ഈ വഴിയായിരിക്കും. ആൾക്കാർ ഓടാനും എക്സസൈസ് ചെയ്യാനും ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്നിരിക്കാനും അങ്ങനെ ടൈം പാസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടി ആയിരിക്കും ഈ പാർക്കുകൾ എന്ന് പറയുന്നത്. അത് ഒരുപാടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഹോം കെയർ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഇവിടെ വന്ന്, ചിലവർക്കാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി തിരിച്ചിങ്ങോട്ടേക്ക് വരാനുള്ള ടൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടൈമിൽ അവർക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് അവർക്ക് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ അങ്ങനെയൊക്കെ എല്ലാത്തിനും ഈ ഒരു പാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മഴയുള്ള സമയത്ത് കുറച്ച് അലമ്പാണെങ്കിലും ബാക്കി സമയത്തൊക്കെ നമുക്ക് അടിപൊളിയാണ്. ഇത് ഭയങ്കര നല്ലൊരു കാര്യമാണ് ഇവിടെ എല്ലാ ഗവൺമെൻറ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ കേട്ട് മാത്രം പരിചയമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഗൂഗിളിൽ കയറി ഫോട്ടോസ് കണ്ടിട്ട് ഭയങ്കര ആഗ്രഹിച്ച് പോകുന്നൊരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് ബസ്സിലാണെങ്കിൽ. നമുക്കിവിടെ ഡയറക്റ്റ് S8 എന്ന് പറയുന്ന ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ, അതായത് ബസ് എല്ലായിടത്തും നിർത്തി പോകുന്നതുകൊണ്ടാണ് അത്ര ടൈം എടുക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ ഒരു കാഴ്ച കാണുന്നത് ഭയങ്കര ആഗ്രഹമായിട്ടാട്ടോ പോകുന്നത്. അയർലൻഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹാർബർ ഉള്ളത് നമ്മളിപ്പോൾ പോണ സ്ഥലത്താണ്. അത് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത് 1817 അതുപോലെ തന്നെ ഈ ഒരു ടൗൺ ഡെവലപ്പ് ആവാൻ തുടങ്ങിയതും 19-ാം നൂറ്റാണ്ടിലാണ്. ഭയങ്കര ഭംഗിയുള്ള ടൗണാണ്. നമ്മൾ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും സൈഡിൽ ഒരുപാട് നല്ല ഭംഗിയിൽ ഓരോ കടകൾ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും ഭയങ്കര ട്രഡീഷണൽ വേയിലാണ്. അതായത് പണ്ടത്തെ കടകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ബസ്സിൻ്റെ ചില്ലി കൂടെ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ ബീച്ചിൻ്റെ ചെറിയൊരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷെ ദേ കണ്ടോ, അതാണ് നമ്മൾ പോണ സ്ഥലം. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകൾ കാണാൻ തുടങ്ങിയാലോ.
അങ്ങനെ നമ്മൾ ഡൺലേരി എത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. തണുപ്പില്ല ആക്ച്വലി, പക്ഷെ ചെറിയ ചെറിയ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഇനി ഒന്ന് ചുറ്റി കറങ്ങാം. അതിന് മുന്നേ നമുക്ക് പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. അപ്പൊ ബാ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഹാർബർ ഏകദേശം 250 ഏക്കേഴ്സ് ഓഫ് വാട്ടറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇത് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് എന്താണെന്നറിയോ? ലാർജസ്റ്റ് മാൻമെയ്ഡ് ഹാർബർ ഇൻ വെസ്റ്റേൺ യൂറോപ്പ് എന്നാണ്. അപ്പോൾ അത്രയും വലിയൊരു ഹാർബറാണ്. അതുപോലെ തന്നെ ഭയങ്കര പഴക്കമുള്ള ഒരു ഹാർബറും കൂടിയാണിത്. അപ്പം നമ്മൾ ഇവിടെയുള്ള ലുവാസ് കണ്ടിട്ടുണ്ട്, ബസ് കണ്ടിട്ടുണ്ട്. വേറൊരു ട്രാൻസ്പോർട്ടേഷനാണ് ഡാർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ശരിക്കും ട്രെയിൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനുള്ള പോലെ ഇവിടെ ഡാർട്ടിനൊക്കെ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേഷനിൽ പോയിട്ട് വേണം നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുവാസിനും ബസ്സിനേക്കാളും സ്പീഡ് കൂടുതലാണ്. അതായത് പെട്ടെന്ന് നമ്മൾ എത്തും. നമ്മൾ ശരിക്കും ഡൺലേരി എത്താൻ 1.5 മണിക്കൂർ എടുത്തു. പക്ഷേ ഇത് നമ്മൾ ഡാർട്ടിൽ സിറ്റിയിൽ നിന്ന് വരികയാണെങ്കിൽ 20 മിനിറ്റിൽ നമ്മൾ ഡൺലേരി എത്തിയിട്ടുണ്ടാകും. ക്രിസ്റ്റീന വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ ആക്ച്വലി നമ്മൾ ഇറങ്ങിയതിലും ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അവൾ ഡാർട്ടിന് വന്നുകൊണ്ട് പെട്ടെന്ന് എത്തി. നമ്മൾ ബസ്സിലായതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മൾ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി, ഈവനിങ് ആയി. കാരണം മഴേൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇറങ്ങണോ വേണ്ടോ, ഇപ്പം ഇറങ്ങണോ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡാർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറിയിട്ട് പുറത്ത് പോയിട്ട് ക്രിസ്റ്റീനേനെ കാണാം. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാനിവിടെ ശരിക്കും വന്നത് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കണം എന്നുള്ള വിചാരത്തിലാണ്. പക്ഷേ വേറെ ആർക്കും വലിയ താല്പര്യമില്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ പോയിട്ട് വേറെ വല്ല ഫുഡും കഴിക്കണം എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഡാർട്ട് പോണ സ്ഥലം. എനിക്ക് തോന്നുന്നത് വെച്ചിട്ട് ഇവിടെ 10 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നിന്ന് സിറ്റിയിലേക്കും സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഡാർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഡയറക്റ്റ് ഇവിടെ നിന്ന് പോകുന്നത് കൊണോളിയിലേക്കാണ്. കൊണോളി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബസ്സോ ലുവാസോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലീപ് കാർഡ് ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഡാർട്ടിൽ കയറി പോകാൻ പറ്റും. ഈ ഒരു സമയത്തൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പും ഉണ്ടായിരുന്നില്ല, കാറ്റും കുറവാണ്, മഴയുമില്ല, എന്നാൽ വെയിലും ഇല്ല. പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ക്രിസ്റ്റീന അവിടെ സ്റ്റോപ്പിൽ വന്ന് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ വെയിറ്റ് ചെയ്ത്. നമ്മുടെ ബസ് നിർത്തി വന്നപ്പോൾ കുറച്ച് ലേറ്റായി അങ്ങ് പോയി. അവൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ എവിടെ പോയി ഫുഡ് കഴിക്കുക എന്നുള്ള റിസർച്ചിലായിരുന്നേ. അപ്പോൾ ഓൾറെഡി അവളൊരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്, ക്രോസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അവിടെ പോയി എന്നാൽ ഫുഡ് കഴിക്കും. കൈ പൊക്കി കാണിക്കുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ. ഞാനില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇന്ത്യൻ വൈബ്സ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ്. നമ്മൾ ആരും ഇതുവരെ അവിടെ പോയിട്ടില്ല, പക്ഷേ ഒരു റിസ്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. സൗത്ത് ഇന്ത്യൻ കിച്ചൺ എന്നും പറഞ്ഞിട്ടാണ് പുറത്ത് എഴുതി വെച്ചേക്കുന്നത്. നമസ്തേ എന്നകത്ത് എഴുതിയിട്ടുമുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഉണ്ട്. തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം മാത്രം അവർ ഇട്ടില്ല. അതെന്താണെന്നറിയില്ല, നമ്മൾ കേട്ടില്ല. അത്യാവശ്യം ഒരു പോഷായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്.
ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ, ഐറിഷുകാരും അവിടെ വന്നിരുന്ന് കഴിക്കുന്നത് നമ്മൾ കണ്ടു. അത്യാവശ്യം തിരക്കായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൂടുതലും റിസർവേഷനിലാണ് വരുന്നത്. നമ്മൾ റിസർവ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ നേരെ കയറുകയാണ് ചെയ്തത്. അപ്പം മെനൂസൊക്കെ കുറച്ച് നേരം നോക്കി അവരാണ് ഓർഡർ ചെയ്തത്. നമ്മളൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു സെറ്റ് നാന്, പിന്നെ ചിക്കൻ ടിക്ക മസാല, ഇതാണ് ഓർഡർ ചെയ്തത്. കാരണം ഈ പ്രാവശ്യം നമ്മൾ തീരുമാനിച്ച് വന്നേക്കാണ് ഓവറായിട്ട് ഫുഡ് വാങ്ങിച്ച് വേസ്റ്റ് ആക്കില്ല, ആവശ്യത്തിനുള്ള ഫുഡ് ഇനി വേണമെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഒരു കിങ് ഫിഷറും അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിയർ. ഞാൻ കിങ് ഫിഷർ കഴിച്ചിട്ടില്ല ഇതുവരെ, അപ്പോൾ ഞാൻ കഴിച്ചു, എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അവിടെ ഗ്ലാസ്സിൽ കൊടുത്തില്ല, ബോട്ടിലാണ്. ഒരു ബോട്ടിലിന് 7 യൂറോ ആണ്. കുറച്ച് നഷ്ടമാണ് ആക്ച്വലി, പക്ഷേ നമുക്ക് വാങ്ങിച്ചു അത്ര തന്നെ. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഇവിടെ പപ്പടം, ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പപ്പടം കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ 3 സോസൊക്കെ ഉണ്ടാകും. അതും കഴിച്ചിരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. നല്ല ലേറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 1 മണിക്കൂർ മുന്നേ വന്നവർക്ക് പോലും കുറേ ലേറ്റായിട്ടാണ് ഫുഡ് കിട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തി. നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ചാടി കയറി ആക്രമിച്ചു. പക്ഷെ പറയാമല്ലോ, ഫുഡ് അടിപൊളിയാണ്. ക്വാണ്ടിറ്റി നല്ല കുറവാണ്, പൈസയ്ക്ക് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം പോഷ റെസ്റ്റോറൻ്റ് ആണല്ലോ, ഉണ്ടാകും. ഞാനെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ബിരിയാണി അങ്ങ് തുടങ്ങാമെന്ന്. എനിക്ക് ബിരിയാണി ഒരു വീക്ക്നെസ്സും കൂടെയാണ്. എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, കൈ പൊള്ളിപ്പോയി. എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ട് അവരുണ്ടാക്കിയതാണോ എന്നൊന്നും അറിയത്തില്ല, നല്ല ചൂടുണ്ടായിരുന്നു. നമ്മൾ കയറിയത് ഒരു ബാർ റെസ്റ്റോറൻറ്റിലാണ്. കാരണം ബാറിൻ്റെ ഒരു സെറ്റപ്പും കൂടെ അവിടെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഓപ്പൺ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈവനിങ് ടൈമിലായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് വലിയൊരു ഐഡിയ ഇല്ല എന്താണ് സംഭവം എന്ന്. പക്ഷേ ആൾക്കാരൊന്നും ഇതുവരെ വന്നിട്ടില്ല, മേ ബി ഈവനിങ് ആയിരിക്കാം. നമ്മളവിടെ നിന്ന് ഫുഡും കഴിച്ചിറങ്ങിയതും പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങണത്. നമുക്ക് അപ്പുറ സൈഡിലേക്കാണ് ശരിക്കും പോകേണ്ടത്. അതുകൊണ്ട് ഡാർട്ടിൻ്റെ അതേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി അപ്പുറം കടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഡൺലേരി പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുറച്ച് വെയിലുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ മഴയുള്ള സമയത്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലെ കാറില്ലാത്തവരാണെങ്കിൽ മഴയില്ലാത്ത സമയം നോക്കി പോകണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഡൺലേരി എത്തിയിരിക്കുന്നു.
2015 ഇവിടുത്തെ ഫെറി സർവീസസ് ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കൂടുതലും ഇവൻറ്റ്സ്, പ്രൈവറ്റ് ബോട്ട്സ്, ക്രൂയിസ് ഷിപ്പ് ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കേഷണലി ഈ ക്രൂയിസ് ഷിപ്പിലൊക്കെ വിസിറ്റേഴ്സിന് അലൗഡ് ആണ്, എന്നിട്ട് ഈ ടൗൺ ഫുള്ള് കാണിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡൺലേരിയിൽ നിന്ന് ഹൗത്തിലേക്ക് ബോട്ട് ട്രിപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എവിടെ പോയാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതാണല്ലോ മെയിൻ. ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടുതൽ നിന്ന് ഭയങ്കര നല്ല ഫ്രഷ് എയറാണ്, അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ദേടാ വീണ്ടും മഴ. ഈ ഒരു മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഭാഗ്യത്തിന് ജാക്കറ്റ് എടുത്തുകൊണ്ട്, ജാക്കറ്റാണ് നനഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം ഹാർബറൊക്കെ കണ്ടല്ലോ, ഇനി നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ നമ്മൾ ഇറങ്ങിയതിൻ്റെ മുന്നത്തെ സ്റ്റോപ്പാണ് നമ്മുടെ ബീച്ചിൽ നിന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അവിടം വരെ നടക്കണം, ബസ് ഉണ്ട്, എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുള്ള് നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. കണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് സൺഗ്ലാസ് ഇട്ട് പോകുന്ന ക്രിസ്റ്റീനേനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അവളത് കണ്ടില്ല. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവൾ എന്നെ തെറി വിളിക്കും. നമ്മളങ്ങനെ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സർക്കിൾ കേ കണ്ടു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുറിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചാണ് ആക്ച്വലി കയറിയത്. പക്ഷെ മഴ പെയ്തപ്പോൾ ഐസ്ക്രീം തിന്നാൻ ഭയങ്കര കൊതിയായി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സാധനം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കേട്ടോ ഞാനൊരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ അവരവിടെ തമ്മിലുള്ള ഡിസ്കഷനാണ് എന്തെടുക്കണം എന്നുള്ള. മഴയത്ത് നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവർ പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ പോണത്. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐസ്ക്രീമാണ് ഞാൻ എടുത്തത്. ബാക്കി ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സർക്കിൾ കെയിൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ തിരക്ക് കുറവായിരുന്നു. പുറത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും ഒക്കെ വണ്ടി നിർത്തി വരുന്നവരാണ് കേട്ടോ കൂടുതലും ഈ സർക്കിൾ കെയിലൊക്കെ കയറുന്നത്. ഇവിടെ എല്ലാവരും സെൽഫായിട്ടാണല്ലോ പെട്രോൾ അടിക്കുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ ഐസ്ക്രീം ഇഷ്ടമായിട്ടോ. ശരിക്കും ഇതൊരു ബിസ്ക്കറ്റ് ഐസ്ക്രീം എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഓവർ മധുരമൊന്നും ഇല്ലായിരുന്നു. ഈ മഴയത്തും ആൾക്കാർ ഓടാനും നീന്താനും നടക്കാനും ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം വരെയെങ്കിലും ഇവിടെയുള്ളവർ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും സൈക്കിളുണ്ട്. കൂടുതൽ ആൾക്കാരും സൈക്കിളിലാണ് പോകുന്നത്. നമ്മുടെ ഏരിയയിലും സൈക്കിൾ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ഈ ലഗേജൊക്കെ വെച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കിളുകളില്ലേ, ബാഗൊക്കെ വെച്ച്, അങ്ങനത്തെ സൈക്കിളുകളാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. നമ്മൾ ബീച്ചിലേക്ക് പോവാം. മഴ നല്ല തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ കുറയുമെന്ന് വിചാരിച്ചായിരുന്നു. ആ സമയത്ത് ഒരു വെയിലുമില്ല, നല്ല മഴ. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് എന്താല്ലേ. ഈ ഡൺലേരിയിൽ തന്നെ വേറൊരു അഡ്വഞ്ചർ, അതായത് കയാക്കിംഗ് നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കൂടുതലും കുറച്ച് ഏജ് ആയിട്ടുള്ള അപ്പൂപ്പന്മാരാണ്. അവർ വണ്ടിയിൽ വന്നിട്ട് അവരുടെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, കയാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ, അതിന് വേണ്ടി തന്നെ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അതൊക്കെ ഇട്ടിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് പോവുകയാണ്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നണേ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴയായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ മഴയും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് നടക്കാനും ഒരു രസമാണ് ആക്ച്വലി. നമുക്ക് ഇവിടെ നിന്ന് കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കപ്പിൾസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവരെങ്ങനെ നോക്കി നിന്നോ, വന്നിട്ട് തിരിഞ്ഞ് നടന്നു. അതുപോലെ തന്നെ നമ്മൾ 2-3 ടെൻ്റൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ വന്നിട്ട് ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ മഴ സമയം ആയതുകൊണ്ടാണോ ഇവർ ഈ കയാക്കിങ്ങിന് ഇറങ്ങിയെന്നും എനിക്കറിയില്ല. അത്ര ആഴമില്ലാത്തൊരു കടലും കൂടെയാണിത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് പോണ വഴി സൂക്ഷിക്കണം. കാരണം ഇവിടെ എല്ലാവരും പെറ്റ്സിനെയും കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള സാധനങ്ങളും, അതായത് കൂടുതലും അപ്പികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ചവിട്ടരുത്, സൂക്ഷിച്ചൊക്കെ കണ്ട് നടക്കണമെന്ന്. കാരണം ഞങ്ങൾ 2-3 എണ്ണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഇപ്പോഴെങ്ങാനും മഴ മാറുമെന്ന്. പിന്നെ അവസാനം മനസ്സിലായി മഴ മാറാൻ പോണില്ല. അപ്പം ഞങ്ങളായിട്ട് തന്നെ തീരുമാനിച്ചു ബീച്ചിൽ ഇറങ്ങാമെന്ന്. പക്ഷെ ഞങ്ങൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് നല്ല പായലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പുറ സൈഡിൽ കൂടെ ഇറങ്ങാമെന്ന്. ഇതാ കണ്ടില്ലേ, കയാക്കിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ സാധനം കൊണ്ടൊക്കെ പോണത്. ഇത് അവർ തന്നെ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ എന്തോ ഒരു സാധനം മാത്രം അവിടെ എടുക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അവരിങ്ങനെ വലിച്ച് അങ്ങ് ദൂരെ വരെ ഇത് കൊണ്ടുപോകും, എന്നിട്ടാണ് പോണത്. കാരണം ഇപ്പോൾ ഇവർ നടന്നു പോണ ആഴം തന്നെയാണ് അങ്ങ് അറ്റം വരെ ഉള്ളൂ. അതും കഴിഞ്ഞ് പോയി കഴിയുമ്പോഴെങ്ങാണ്ടാണ് ഇവർ പോകുന്നത്. അത് നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ഇതും വലിച്ചു പോണതാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഷൂസും ബാഗും ജാക്കറ്റും എല്ലാം കൂടെ എവിടെയെങ്കിലും വെക്കണമല്ലോ. നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പിള്ളേരെ കുറച്ച് പേരെ കണ്ടുകൊണ്ട് ഒരു ഡൗട്ടായി എടുത്താരെങ്കിലും ഓടുമോ എന്നുള്ളത്. ഒരാവേശത്തിലെടുത്ത് ചാടിയതാണ്. കാലൊക്കെ ഐസായിപ്പോയി. നല്ല രീതിയിൽ തണുക്കുണ്ടായിരുന്നു. ഞാൻ അന്നേരം തിരിഞ്ഞ് ഓടുക, ഞാൻ നിർത്തി പോവാന്ന്. അപ്പോൾ ക്രിസ്റ്റീന വിടില്ല നിന്നെ ഞാനെന്നും പറഞ്ഞ് അവൾ നിൽക്കുക. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ അതങ്ങ് മാറി ഫുള്ള് മരവിച്ചോളും, പിന്നെ ഒന്നും ഫീലാവില്ല എന്നും പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നത്. കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. പിന്നെ അവസാനം ഞാൻ കുറച്ച് നേരവും കൂടെ അവിടെ പോയി നിന്ന് അങ്ങനെ ആ വെള്ളമായിട്ട് അഡ്ജസ്റ്റ് ആയി. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവരെങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ പോണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, അവരുടെ ഈ ഒരു എഫേർട്ടിന്. ഈ മഴയത്തും അവർ പോകുന്നുണ്ട്. മേ ബി അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റും അഡ്വഞ്ചറസും എല്ലാം അടിപൊളി സെറ്റപ്പാണ്. ഇതറിയായിരുന്നെങ്കിൽ നമുക്കും പോകായിരുന്നു. പിന്നെ ഈ സാമഗ്രികളൊന്നും നമ്മുടെ കയ്യിലില്ല, ഇത് ചെയ്യാനും അറിയത്തില്ല. ചേട്ടാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ഇതങ്ങ് ഇവർ വലിച്ച് അങ്ങ് അറ്റത്ത് എത്തിയിട്ടാണ് ഇവർ പോകുന്നത്. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ സങ്കടം കണ്ടിട്ട് ദൈവം അങ്ങ് പ്രസാദിച്ചു. അതായത് കറക്റ്റ് നമ്മൾ ഇറങ്ങിയ സമയം തൊട്ട് അവിടെ വെയിൽ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കൂടെയാണ് പക്ഷികളൊക്കെ പറന്നു പോണേ. അപ്പം തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ തലയും കൊണ്ട് പോകുമെന്നൊക്കെ. ഭയങ്കര ആഴം കുറവാണ്. ഞാൻ അങ്ങ് അറ്റം വരെ എത്തിയിട്ട് പോലും എൻ്റെ മുട്ടിൻ്റെ അത്ര എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടി നിറച്ച് പായലുണ്ട്, ചെടികളുണ്ട്, മീനൊന്നുമില്ല. മീനൊക്കെ എവിടെ പോയി എന്നാണ് ആലോചിച്ചത്. മീനെ പേടിച്ചാണ് ഞാൻ ആദ്യം ഇറങ്ങാതിരുന്നത്. പക്ഷെ മീനൊന്നുമില്ല. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അതിൻ്റെ അടുത്തിറങ്ങി കഴിഞ്ഞപ്പോൾ. പിന്നെ നല്ല ഉപ്പുണ്ട്. ആ ഉപ്പുവെള്ളം എൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ തൊട്ട് ഭയങ്കര എരിച്ചിലായിരുന്നേ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത എരിച്ചിലായിരുന്നു. എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഒരുപാട് നേരം ബീച്ചിലിറങ്ങി കളിച്ചതിന് ശേഷം ടാറ്റ ബൈ ബൈ പറയാണ്.
പക്ഷെ ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഒരു വെയിലുള്ള ദിവസം നോക്കി തന്നെ തിരിച്ചു വരും. ഇവിടെ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വരവിൽ നമ്മൾ അതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. കോഴി വെള്ളത്തിൽ വീണ അവസ്ഥയാണ്. എൻ്റെ മേല് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതാണ് ഡാർട്ടിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ട്രെയിൻ പോലെ ഇല്ലേ, ഭയങ്കര സ്പീഡാണ്. നമ്മൾ വിചാരിച്ച് വന്നപ്പോൾ എന്തായാലും 1.5 മണിക്കൂർ എടുത്തില്ല. ഇനി ഡാർട്ട് പോയിട്ട് പെട്ടെന്ന് എത്താമെന്ന്. അപ്പോൾ ഇവിടുന്ന് സിറ്റിയിലേക്ക് 20 മിനിറ്റ് ആട്ടോ നമുക്ക് ആക്ച്വലി എടുത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്റ്റീന മിച്ചർ കഴിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചേച്ചി ഈ അടുത്ത് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി വന്നപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മിച്ചറായിരുന്നു അത്. പിന്നെ നമ്മൾ ഡാർട്ട് ഇറങ്ങിയിട്ട് ഇനി ഡാർട്ട് സ്റ്റേഷനിൽ പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും ഓർമ്മ വരും. എനിക്ക് വന്നായിരുന്നു, നിങ്ങൾക്ക് വന്നോ എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഡാർട്ട് സ്റ്റേഷനിലേക്ക് കയറുന്നത്. ആ ഡാർട്ട് സ്റ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനില്ലേ നമ്മുടെ ഫൈനൽ, അത് എനിക്ക് ശരിക്കും ഭയങ്കര ഫീലായിട്ടോ. അത് തന്നെ ഈ ട്രെയിനിൻ്റെ കളറിലൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഒരേപോലെ. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് പറയണേ. ഇന്ന് ആക്ച്വലി ഒരു തിരക്ക് കുറവുള്ള ദിവസമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ആലോചിച്ചു, നല്ല മഴയൊക്കെ കൊണ്ടല്ലേ ഇനി പോയി ചായ കുടിക്കണമെന്ന്. പിന്നെ ഓൾറെഡി നല്ല പൈസ ഇന്ന് പൊട്ടിച്ചത് കൊണ്ട് ഇനി ചായ കുടിക്കാൻ ഒരു ത്വര ഞങ്ങൾക്കാർക്കും വന്നില്ല. അവിടുന്ന് ക്രിസ്റ്റീനയ്ക്ക് നേരെ വേറൊരു ഡാട്ട് കയറി കഴിഞ്ഞാൽ അവിടെ വീടെത്തും. അപ്പം നമുക്കിനി ലുവാസ് കയറണം. അപ്പോൾ ലുവാസിലേക്ക് പോകാനുള്ള സ്റ്റേഷനിൽ ഇത് എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ കണ്ടില്ലേ ലുവാസ് കിടക്കുന്നത്, നേരെ ലുവാസ് കയറി ഇരിക്കുക, വീട്ടിൽ ചെല്ലുക, കുളിക്കുക. കാരണം എനിക്ക് എന്നെ തന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഡൺലേരിൻ്റെ വിശേഷം ഇതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലവും കൂടിയാണ് ഡൺലേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക. നമുക്കപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗായിട്ട് കാണാം. ഞാനിവിടെ വ്ളോഗ് വെച്ച് നിർത്തുകയാണ്. ഈ ലുവാസ് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീടെത്തും. അപ്പോൾ നേരെ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കുളിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി അടിച്ച് പൊളിച്ചിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.